Good morning. Today we are going to interpret the Klein-Gordon equation. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ക്ലെയിൻ ഗോർഡൻ ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മളുടെ റിലേറ്റിവിസ്റ്റിക് എനർജിയുടെ ഇക്വേഷൻ E സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റേസ് ടു 4. ഇതിൽ എനർജിയും മൊമെന്റത്തെയും കറസ്പോണ്ടിങ് ഓപ്പറേറ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ക്ലെയിൻ ഗോർഡൻ ഇക്വേഷനിലേക്ക് എത്താൻ കഴിയും. നമുക്ക് കിട്ടുന്ന ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ മൈനസ് h cross square dou square psi of rt divided by dou t square equal to minus h cross square c square del square psi of rt plus m square c raised to 4 psi of rt. This equation has plane wave solutions of the form exponential I into k dot r minus omega t. So to get the energy eigenvalues, let us substitute this particular value of wave function into the Klein-Gordon equation. So we will get minus h cross square into exponential നമ്മളുടെ ഇതിൽ ടൈമിൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. നമുക്ക് കിട്ടുന്ന എക്സ്പോണൻഷ്യൽ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് എക്സ്പോണൻഷ്യൽ I into k dot r minus omega t. വിത്ത് റെസ്പെക്ട് ടൈമിൽ ഡെറിവേറ്റീവ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് I minus I omega t, ഇതിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് മൈനസ് I ഒമേഗയാണ്. രണ്ട് തവണ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. ഇൻറ്റു മൈനസ് I ഒമേഗ ഈക്വൽ ടു മൈനസ് h ക്രോസ് സ്ക്വയർ സി സ്ക്വയർ, അടുത്ത ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ആണ്. ഇവിടെയും നമ്മൾ വേവ് ഫംഗ്ഷനെ സൈയെ നമ്മൾ സ്പേസ് കോർഡിനേറ്റിൽ ഡെറിവേറ്റീവ് എടുത്താൽ കിട്ടുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ അതിവിടെ കിട്ടുന്നത് എക്സ്പോണൻഷ്യൽ I into k dot r minus omega t ആണ്. പക്ഷെ നമ്മൾ ഇതിൽ സ്പേസ് പാർട്ടിനെ നമ്മൾ രണ്ട് തവണ ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. നമുക്ക് കിട്ടുന്നത് ഇവിടെ സ്പേസ് പാർട്ട് എന്ന് പറഞ്ഞാൽ I into k dot r ആണ്. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് കെ എക്സ് കെ വൈ കെ ഇസഡ് വരും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ സ്പേസിൽ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റു ഐ കെ പ്ലസ് എം സ്ക്വയർ സി റേസ് ടു 4 ഇൻറ്റു എക്സ്പോണൻഷ്യൽ I into k dot r minus omega t. ഇവിടെ ഈ എക്സ്പോണൻഷ്യൽ ടേമുകൾ ക്യാൻസൽ ആകും. ബാക്കി കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ടേമുകൾ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് h ക്രോസ് സ്ക്വയർ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ h ക്രോസ് സ്ക്വയർ k സ്ക്വയർ പ്ലസ് m സ്ക്വയർ c raised to 4. or you can write h cross omega equal to c square plus or minus c square h cross square k square plus m square c raised to 4 the whole raised to half. നമുക്കറിയാം h എന്ന് പറയുന്നത് എനർജി വാല്യൂവിനെ നമ്മൾ h വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് h എന്ന് പറയുന്നത് h into omega by 2 pi ആണ്. or you can write it as h cross omega. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയത് എനർജി ഐഗൺ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഇതിലെ എനർജി ഐഗൺ വാല്യൂസിന് പോസിറ്റീവ് വാല്യൂസും ഉണ്ട്, അതുപോലെ നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. But Klein-Gordon were not able to give a consistent explanation for the negative energy. Now we can derive the equation of continuity in relativistic case. For a particle, the probability to find the particle at a position is given by the absolute square of the wave function. In quantum mechanics, the probability is conserved in a local sense. For example, when the probability of finding the electron somewhere decreases, the probability of finding the electron elsewhere will increase. It means the electron has a continuity in the sense that if the probability decreases at one place, the probability build up at another place. That is, there must be some kind of flow in between. And you have already derived the equation of continuity in non-relativistic case, that is dou p by dou t plus del dot j equal to 0. Here p of rt equal to psi star psi is the probability density, and j equal to ih cross by 2m into psi del psi star minus psi star del psi is called the probability current density, because it tells you the rate at which the probability is flowing past the point r. Now we can check whether the same equation of continuity relation with the same definitions for probability density and probability current density is valid in relativistic case.
Let us start from the Klein-Gordon equation, that is minus h cross square dou square psi by dou t square equal to minus h cross square c square del square psi plus m square c raised to 4 psi. Multiply this Klein-Gordon equation on the left by psi star, we will get minus h cross square psi star into dou square psi by dou t square equal to minus h cross square c square psi star del square psi plus m square c raised to 4 psi star psi. Let it be equation number 1. Now multiply the complex conjugate of Klein-Gordon equation on the left by side. To get the complex conjugate of this Klein-Gordon equation, you have to replace psi with psi star, and if there is any term with I, you have to replace it with minus I. So now we are going to multiply the complex conjugate of this Klein-Gordon equation on the left by side. So you will get minus h cross square psi into dou square psi star by dou t square equal to minus h cross square c square psi into del square psi star plus m square c raised to 4 psi star. Let it be equation number 2. Now subtract the second equation from first. You will get minus h cross square into psi star dou square psi by dou t square minus psi into dou square psi star by dou t square equal to minus h cross square c square into psi star del square psi minus psi del square psi star plus m square c raised to 4 into psi star psi minus psi star. But psi star psi is mod psi square, so these two terms are equal, so it will be 0. So this term will be you can cancel this particular term. So what we will get is minus h cross square into psi star dou square psi by dou t square minus psi dou square psi star by dou t square equal to minus c square h cross square into psi star del square psi minus psi del square psi star. Now we can make some modification on this term. Let us calculate the term dou by dou t of psi star dou psi by dou t. That is first function into derivative of second plus derivative of first into second function. In the same way, we can calculate dou by dou t of psi dou psi star by dou t. This will be first function into derivative of second plus derivative of first into second function. Now if you subtract these two equations, this term will be cancelled out, that is dou psi star by dou t into dou psi by dou t. And here also the same term is there, dou psi by dou t into dou psi star by dou t. The remaining terms will be psi star dou square psi by dou t square minus psi dou square psi by dou t square. That is, you can replace this particular term with dou by dou t of psi star dou psi by dou t minus psi into dou psi star by dou t. Also we can calculate del dot, what is the expression for del dot phi f. That is, here phi is a scalar function, f is a vector function. Its value is del phi dot f plus phi into del dot f. Okay, then we can calculate del dot
psi star del psi. Its value will be equal to del psi star dot, the next is be del dot del psi, so it will be equal to del square psi. Okay, sorry, first term will be del phi dot f, that is del of psi star dot f is del psi, plus phi, here it is phi is psi star, so it will be psi star into del dot f, that is del dot del psi, that is equal to del square psi. The similar way you can calculate del dot psi del psi star, so it will be equal to del psi dot del psi star plus, this is phi into del dot f, that is psi into del square psi star. Okay, now if you subtract the second from the first, we'll get here del psi dot del psi is there, here also del psi dot del psi star is there, so these two terms will be cancelled. The remaining will be psi dot del square psi minus psi del square psi star, that is we can replace this particular term with del dot psi star del psi minus psi del psi star. Okay, so we can replace these two terms, so what we will get is minus h cross square dou by dou t of psi star dou psi by dou t minus psi into dou psi star by dou t equal to minus c square h cross square into del dot psi star del psi minus psi del psi star. Okay, now we can rearrange and you can cancel this minus h cross square on both sides, so what you will get is dou by dou t of this particular type, psi star dou psi by dou t minus I into dou psi star by dou t minus c square into del dot psi star del psi minus psi into del psi star equal to 0. Okay, now we can compare this equation with the equation of continuity in the non-relativistic case, that is dou p by dou t plus del dot j equal to 0. But it is not, you can see that in the non-relativistic case p of rt was psi star into psi, but here the terms are different, psi star dou psi by dou t minus psi dou psi star by dou t. But this particular term is almost similar, that is psi del psi star minus psi star del psi. So we can rearrange this particular term so that this term will be exactly similar to the non-relativistic case. So what you have to do is you have to multiply the term with ih cross by 2m, so that here ih cross by 2m will be there, and you have to divide the whole equation through by c square. So ih cross by 2m by 1 by c square, and you will get into dou by dou t psi star dou psi star dou psi by dou t minus psi into dou psi star by dou t plus ih cross by 2m. So here the term is minus, here we have make it a positive, so you have to multiply through this term by a minus 1, so you will get psi into
del psi star minus psi star del psi equal to 0. Okay, now you can compare this equation with the equation of continuity, that is dou p by dou t plus del dot j equal to 0. That is this particular term, this p of rt equal to dou by dou t of, it is some ih cross by 2em c square into psi star dou psi by dou t minus psi into dou psi star by dou t, and j of rt equal to the same time ih cross by 2m psi del psi star minus psi star del psi. So in both relativistic and non-relativistic case, the equation for the probability current density is same, but there is some difference in the terms of probability density. So probability density is ih cross by 2m c square into psi star dou psi by dou t minus psi dou psi star by dou t. So if psi is real, this term will be 0, because for a real function psi and psi star will be same. So this equation p of rt will be ih cross by 2m c square psi dou psi by dou t minus psi dou psi by dou t, and it will be 0. When psi is complex, we can calculate the value of p of rt. That is p of rt equal to, we can make some modification, that is equal to ih cross by 2m c square into some minus sign is there. So let it be 1 by 2m c square into psi star ih cross dou psi by dou t. So I have multiplied the term ih cross with the dou psi by dou t minus psi into ih cross. So here is one minus is there, I am making it positive so that there will be one minus sign here, minus ih cross into dou psi star by dou t, okay, equal to 1 by 2 mc square into psi star ih cross dou psi by dou t plus psi into ih cross dou psi by dou t star, because when you take the complex conjugate of this function, I will be replaced by minus I and psi will be replaced by psi star, or equal to 1 by 2 mc square. Now ih cross dou psi by dou t equal to e psi, so it will be psi star into e psi plus this will be the complex conjugate of e psi, complex conjugate of e psi, but e is the energy eigenvalues are always real, so e conjugate will be equal to e, so you will get psi into e psi star. So here e is so we can take e outside, so you will get e by 2 mc square psi star psi plus psi star, okay. Psi star psi is mod psi square, so mod psi square plus mod psi square, it will be 2 mod psi square, and the 2 will be cancelled out, and you will get e by mc square into mod psi the whole square, okay. Now we can compare this equation with the non-relativistic case. In the non-relativistic case, the probability density was psi star psi, that is it is equal to mod psi square, but here you will get p equal to e by mc square into mod psi square, equal to mod psi square, that is p of rt equal to e by mc square into mod psi square. That is the p, that is the probability density can be both positive and negative, because we have already derived the energy eigenvalues. For a free particle, it can be either positive or negative. So here for the energy, both positive and negative values are possible. So for the PR Poisson probability density also, both positive and negative values are possible.
So P of RT cannot be regarded as a position probability density because probability is always positive. Due to this reason, Klein-Gordon equation was at first discarded. Later, Pauli and Vyskov interpret EP as the electrical charge density and EJ as the corresponding electric current density. However, we can still have different signs at different points, but if the system has a single particle of given charge, we cannot have different signs at different points. കാരണം നമ്മളൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസും ഉള്ള ഒരു സിസ്റ്റമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ കേസിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വേണമെങ്കിൽ ചാർജസ് പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആകാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേമിനെ നമുക്ക് ഇലക്ട്രിക്കൽ ചാർജ് ഡെൻസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ അവിടെയുമുള്ള ഒരു പ്രശ്നം, നമ്മളൊരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസിലാണ് നിങ്ങൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരിക്കലും നിങ്ങളൊരു പോസിറ്റീവ് പാർട്ടിക്കിൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ചാർജ് നെഗറ്റീവ് ആകില്ല. അതുകൊണ്ട് തന്നെ ഇ പിയുടെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആകില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഈ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ പോലും ഇത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ക്ലെയിൻ-ഗോർഡൺ ഇക്വേഷൻ്റെ കേസിലുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പം റിലേറ്റിവിറ്റി കേസും നോൺ റിലേറ്റിവിറ്റി കേസും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റിയുടെ ടേംസ് സെയിം തന്നെയാണ്. പക്ഷേ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് റിലേറ്റിവിറ്റി കേസിലെയും നോൺ റിലേറ്റിവിറ്റി കേസിലെയും ഇക്വേഷൻ ഡിഫറൻ്റ് ആണ്. നോൺ റിലേറ്റിവിറ്റി കേസ് ആണെങ്കിൽ പി ഈസ് സിംപ്ലി psi star psi, but here P is equal to E by mc square into mod psi square ആണ്. അതുകൊണ്ട് തന്നെ എനർജി വാല്യൂ പോസിറ്റീവ് നെഗറ്റീവും ആകാം. കറസ്പോണ്ടിങ് ആയിട്ട് പിയുടെ വാല്യൂയും പോസിറ്റീവ് നെഗറ്റീവും ആകുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്കൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ കൺസിഡർ ചെയ്യാവുന്നത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജ് ഡെൻസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അതും ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ മാത്രമാണ് ഈ ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു.